എല്ലാവർക്കും ബിനൂസ് കിച്ചൻ ടൈമിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ് തെരിയാക്കി ചിക്കൻ. തെരിയാക്കി സോസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിലിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ ആയതുകൊണ്ടാണ് തെരിയാക്കി ചിക്കൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ. നമ്മളൊരു 500 ഗ്രാം, ഒരു 1/2 കിലോൻ്റെ അടുത്ത് ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പൊക്കെ പരട്ടിയിട്ട് നമുക്ക് അത് ഈ ഓയിലിൽ വറുത്തെടുക്കാം. നമ്മൾ ചെറിയ തീയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ചിക്കൻ്റെ നെയ്യ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുത്ത് വരുമ്പോൾ അതിൻ്റെ നെയ്യിൽ തന്നെ കിടന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കൻ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഇത്തിരി മുരിഞ്ഞ് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തെരിയാക്കി സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ടുള്ള ഓയിൽ കുറച്ചുണ്ട്, അതിൻ്റെ നെയ്യൊക്കെ കൂടിയിട്ട് അതിലൂടെ കുറച്ചും കൂടി നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എള്ളെണ്ണ ഒഴിക്കാം. ടീസ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ഇടാം, ചെറുതാക്കി അരിഞ്ഞത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂണ് വിനീഗർ, 3 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് കേട്ടോ. പിന്നെ ഒരു കാൽ കപ്പ് സോയാ സോസ്, സോയാ സോസ് ഒന്ന് ഒഴിച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ചേർക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കണം കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഇത് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം, ഗ്രേവി അല്ല. തെരിയാക്കി ചിക്കൻ്റെ ഫ്രൈ ആണ് ഇവിടെ ചെയ്യുന്നത്. സോസ് തെരിയാക്കി സോസ് ആയി ശരിയായി വന്നു തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട്, സോസ് ഉണ്ടാക്കിയത് നമ്മൾ മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മൾ സോസ് ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി, ചിക്കൻ്റെ അളവനുസരിച്ചിട്ട്. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചിലവർക്ക് ടേസ്റ്റ് ഒന്നും പിടിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പുളിയൊക്കെ അല്ലേ, സൊർക്കയുടെയും സോസിൻ്റെ ഒക്കെ.
അപ്പോൾ അതിൻ്റെ അളവ് ചിക്കൻ്റെ അളവനുസരിച്ച് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് ചിക്കൻ അതിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ആ മസാലയിൽ ഒന്ന് കിടന്ന് വേവണം ചിക്കൻ. ഇനി നമുക്ക് കുറച്ച് തീയൊക്കെ കൂട്ടി വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. നമ്മുടെ തെരിയാക്കി ചിക്കൻ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി തെരിയാക്കി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായി കഴിക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുവാൻ മറക്കരുത്.